നമസ്കാരം പ്രിയരെ. ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. ഇതെന്തുവാ ഇത്? നീയൊക്കെ ഇനി എന്നാണ് അതിരെ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന പോലെ വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും വെച്ച് തരാൻ? ഇത് നോക്കിയേ, ഒന്നിന് ഉപ്പുമില്ല പുളിയുമില്ല. നീ തന്നെ തന്നുമെല്ലാം, എനിക്കെങ്ങും വേണ്ട. ഡൈനിങ് ടേബിളിൽ നിന്ന് ഉയർന്ന ശ്യാമിന്റെ ശബ്ദത്തിനൊപ്പം തന്നെ നിലത്ത് പ്ലേറ്റുകൾ വീണ് കലമ്പുന്ന ശബ്ദവും കൂടി കേട്ടതും സഹതാപത്തോടെ ആതിരയെ ഒന്ന് നോക്കി അവളുടെ അമ്മ. ഈ ബഹളമൊന്നും തന്നെ ബാധിക്കയില്ല എന്ന വിധത്തിൽ അടുക്കളയിലെ കുഞ്ഞ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചപ്പാത്തി കഴിക്കുന്ന ആതിരയെ അത്ഭുതം വിരിയുന്ന കണ്ണുകളോടെയാണ് അവളുടെ അമ്മ പിന്നെ നോക്കിയത്. അമ്മ കഴിച്ചു കഴിഞ്ഞെങ്കിൽ ശ്യാമേട്ടൻ കഴിച്ച പാത്രങ്ങളും മറ്റും ഒന്ന് എടുത്തുകൊണ്ട് വരാമോ? ആതിര ചോദിച്ചതും മറുത്തൊന്നും പറയാതെ അമ്മ വേഗം ഹാളിലെ ടേബിളിനരികിലേക്ക് ചെന്നു. അമ്മ അത് കണ്ട് അമ്പരന്ന് പോയി. കൊണ്ടുവച്ച ആഹാരമെല്ലാം ഇത്തിരി പോലും മിച്ചം വെക്കാതെ കഴിച്ചു തീർത്തിട്ടുണ്ട് ശ്യാമ. അതിനുശേഷമാണ് അവൻ പാത്രം താഴെയിട്ട് ആതിരെ ചീത്ത പറഞ്ഞിരിക്കുന്നത്. അതും ഭക്ഷണത്തിന് രുചിയില്ല എന്ന് പറഞ്ഞു. മോളെ, താണ്ടെന്ന് നോക്കിയേ, ശ്യാമ് എല്ലാം കഴിച്ചിട്ടാണ് ഈ രുചിയില്ല എന്ന് നിന്നെ വഴക്ക് പറഞ്ഞത്. രുചിയില്ലെങ്കിൽ ആരെങ്കിലും ആഹാരം കഴിക്കുമോ? സംശയം എന്ന പോലെ അവളുടെ അമ്മ ആതിരയോട് ചോദിച്ചതിന് ഒരു ചിരി മാത്രം മറുപടി നൽകി ആതിര. എത്ര ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കും കേട്ടോ ആതിരയുടെ അമ്മേ. കാരണം ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഒന്നും വെറുതെ കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവിടേക്ക് ധൃതിയിൽ കടന്നു വന്ന ശ്യാം മറുപടി പറഞ്ഞതും ഒന്ന് വല്ലാതെയായി അമ്മ. അവൻ അവിടേക്കപ്പോൾ വരുമെന്നവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നീ കഴിച്ചു കഴിഞ്ഞില്ലേ? വന്നെന്റെ നീല ഷർട്ട് ഒന്ന് അയൺ ചെയ്തു തന്നേ, നാളെ ഓഫീസിൽ പോകുമ്പോൾ ഇടാനാണ്. എഴുന്നേറ്റ് വാ, അത് കഴിഞ്ഞിട്ട് വന്ന് കഴിക്കാൻ നിനക്ക്. ആജ്ഞ പോലെ ശ്യാം അത് പറഞ്ഞതും മറുത്തൊന്നും പറയാതെ വേഗം ഭക്ഷണം നീക്കി വെച്ച് കൈ കഴുകി അവന് പിന്നാലെ മുറിയിലേക്ക് നടക്കുന്ന ആതിരയെ നെഞ്ചു നീർന്ന സങ്കടത്തോടെ നോക്കി നിന്നു അവളുടെ അമ്മ. അവരുടെ നോട്ടം അവൾ കഴിച്ചു പകുതിയാക്കി വെച്ച ഭക്ഷണത്തിലേക്കൊന്ന് പാളി നോക്കി. തന്റെ മകളുടെ ജീവിതം തിരഞ്ഞെടുത്തു കൊടുത്തതിൽ തനിക്കും തന്റെ ഭർത്താവിനും തെറ്റുപറ്റിയെന്നവർ വീണ്ടും ചിന്തിച്ചു. ആതിരയും അവളുടെ ഏട്ടൻ കണ്ണനും താനും അവരുടെ അച്ഛനും ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടി തന്നെ വളരണമെന്നത് തങ്ങളുടെ വാശിയായിരുന്നു. ആതിരയെയും അവളുടെ ആങ്ങളെയും വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അവരുടെ അഭിപ്രായങ്ങളോ ആഗ്രഹങ്ങളോ മുഖവിലക്കെടുത്തിട്ടില്ല തങ്ങൾ. വിവാഹപ്രായം എത്തിയപ്പോൾ തനിക്കൊരാളെ ഇഷ്ടമാണെന്ന് ആതിര പറഞ്ഞപ്പോൾ 3 ദിവസമാണ് അവളെ പട്ടിണിക്കിട്ടതും തല്ലിച്ചതച്ചതും. ഒടുവിൽ അവളുടെ പഠനം പാതിയിൽ അവസാനിപ്പിച്ച് ബിസിനസ്സുകാരനായ ശ്യാമുമായിട്ടുള്ള വിവാഹം നടത്തിവിട്ടത് അവളുടെ പോലും സമ്മതമില്ലാതെയാണ്. ഇപ്പോൾ 10-14 വർഷങ്ങൾക്കിപ്പുറം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ആതിരയോട് തങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന്. പക്ഷെ തിരുത്താൻ ഒരു അവസരമില്ല അവർക്ക്. തന്റെ ഭർത്താവ് മരിച്ച് ആതിരയുടെ സഹോദരൻ കണ്ണനൊപ്പമായിരുന്നു അമ്മ ഇത്രയും നാൾ. ഇപ്പോഴവൻ അവന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ കഴിയുന്നതിനിടയിൽ അമ്മ ഒരു തടസ്സമാണെന്ന് അവന് തോന്നിയപ്പോഴാണ് അവർ ആതിരയ്ക്കൊപ്പം നിൽക്കാൻ വന്നത്. ഇവിടെ വന്ന നിമിഷം മുതൽ അവർ കാണുന്നുണ്ട് ഒരു കളിപ്പാട്ടം പോലെ ശ്യാം തട്ടിക്കളിച്ച് രസിക്കുന്ന തന്റെ മോളെ. ചീത്തയും കുറ്റപ്പെടുത്തലുമല്ലാതെ നല്ലൊരു വാക്ക് ശ്യാം അവളോട് പറയാറില്ല. ഒന്നിനും ഒരു കാര്യത്തിനും അവളുടെ അഭിപ്രായം പോലും തേടില്ല ശ്യാം. അവരുടെ 2 കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിൽ ചേർത്ത് പഠിപ്പിക്കുന്നത് പോലും അവന്റെ മാത്രം തീരുമാനമാണ്. ആതിരയുടെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് അവർ സ്വയം പറയും. അപ്പോഴാണ് ശ്യാമിന്റെ ഷർട്ട് അയൺ ചെയ്ത് വന്നതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച് കഴിച്ചു പാതിയായ ഭക്ഷണമെടുത്ത് കഴിക്കുന്ന ആതിരയെ അമ്മ കണ്ടത്. ഈ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ടം അവളുടെ മുഖത്തുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കി അമ്മ. ഇല്ല, പതിവിൽ നിന്ന് വ്യത്യസ്തമായി യാതൊരു മാറ്റവുമില്ല അവളിൽ. അവർക്ക് തന്നെ അത്ഭുതം തോന്നി. ഇത്ര മോശമായൊരു ജീവിതത്തിൽ യാതൊരു പരാതിയും പരിഭവമില്ലാതെ അവൾ എങ്ങനെ ജീവിക്കുന്നു? ശ്യാം അവളോട് സ്നേഹത്തിൽ സംസാരിക്കുന്നതോ അവളും ഒന്നിച്ച് പുറത്തു പോണതോ എന്തിന്? അവനൊപ്പം ഇരുന്നവൾ ഭക്ഷണം കഴിക്കുന്നത് പോലും അമ്മ കണ്ടിട്ടില്ല നാളിതുവരെ. ശ്യാമിന് ആതിര ഒരു പരിചാരിക മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അമ്മ. പക്ഷേ ഇതിലൊന്നും പരാതിയില്ലാത്ത തന്റെ മകൾക്ക് അത്ഭുതം തന്നെയാണ്. ആതിരെ, എനിക്കൊന്ന് ഉറങ്ങണം. ബെഡ്റൂമിൽ നിന്ന് ഉറക്കെയുള്ള ശബ്ദം ഉയർന്നു കേട്ടു അമ്മ. ഇപ്പൊ വരാം ശ്യാമേട്ടാ. ശ്യാമിനുള്ള മറുപടി നൽകുന്നതിനൊപ്പം ആതിര വേഗം ദേഹം കഴുകാൻ പോകുന്നതും അതിനുശേഷം നന്നായി ഒരുങ്ങി അവരുടെ മുറിയിലേക്ക് കയറിപ്പോകുന്നതും വല്ലാത്തൊരു പകപ്പിൽ നോക്കി നിന്നുപോയി അമ്മ. അകത്ത മുറിയിൽ ശ്യാമും അക്ഷമയോടെ ആതിരയെ നോക്കിയിരിക്കുമായിരുന്നു.
അവനെ മോഹിപ്പിക്കുന്ന ഒരു ചിരിയോടെ സൗരഭ്യം വിടർത്തിയവൾ അവൻ അരികിൽ വന്നു നിന്നു. ശ്യാം അവളെ എന്തോ അത്ഭുതം കാണുന്നത് പോലെ നോക്കി. എന്താ ഏട്ടാ, പതിവില്ലാതെ വല്ലാത്തൊരു നോട്ടം? അവൾ ചോദിച്ചു. ഈ സമയങ്ങളിലാണ് തന്നോട് അവൻ വല്ലാതെ സ്നേഹം കാണിക്കുന്നത് അവൾ ഓർത്തു. ഏയ്, ഒന്നുമില്ല. ചുവപ്പ് നൈറ്റിയിൽ നിൽക്കുന്ന നിന്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ. ഇതൊക്കെ കണ്ടാൽ 90 വയസ്സുള്ള മൂപ്പിലാന്മാർക്ക് പോലും സടകുടഞ്ഞെഴുന്നേൽക്കും. നിന്റെ ആ മുന്നഴകും ആ പിന്നഴകും, ഓ പൊന്നേ ബാ. ശ്യാം അവളിലേക്ക് ചാഞ്ഞിരുന്നു. തന്റെ ഇഷ്ടത്തിന് തനിക്ക് വേണ്ട പോലെ ആതിരയുടെ ശരീരം ശ്യാം സ്വന്തമാക്കി മുന്നേറുമ്പോൾ മുറിക്ക് പുറത്തേക്ക് കേൾക്കുന്ന ശ്യാമിന്റെ ശബ്ദശകലങ്ങളിൽ നിന്ന് രക്ഷ നേടിയെന്ന വണ്ണം തനിക്കായി തന്ന മുറിയിലേക്ക് വേഗത്തിൽ കയറിപ്പോയി ആതിരയുടെ അമ്മ. അവരുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നപ്പോൾ ആതിരയെ ഓർത്ത്. പിറ്റേന്ന് പുലർച്ചെ പതിവ് പോലൊരു ചിരിയോടെ ശ്യാമിനുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ആതിരയെ തനിക്കരികിൽ പിടിച്ചിരുത്തി അവളുടെ അമ്മ. തലേ ദിവസത്തെ ശ്യാമിന്റെ പരാക്രമണത്തിന്റെ അവശേഷിപ്പുകൾ എന്ന പോലെ അവളുടെ ശരീരത്തിലെ പാടുകൾ അമ്മയുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു. മോളെ, നിന്നോട് ഞാനും നിന്റെ അച്ഛനുമെല്ലാം ചെയ്ത് തെറ്റ് തന്നെയാണ്. നിന്റെ പഠനം പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ശ്യാമിന്റെ സമ്പത്ത് മാത്രം നോക്കി നിന്നെ വിവാഹം കഴിപ്പിച്ചത് തെറ്റായിപ്പോയി മോളെ. തിരുത്താൻ പറ്റാത്ത തെറ്റ്. ആതിരയെ നോക്കി വിങ്ങിപ്പൊട്ടി അമ്മയെങ്കിൽ യാതൊരു ഭാവമാറ്റവും മുഖത്തില്ലാതെ അമ്മയെ നോക്കി നിന്നു ആതിര. ശ്യാമമൊത്ത് മുന്നോട്ട് ജീവിക്കാൻ വയ്യെങ്കിൽ അമ്മയുടെ മോള് ഈ ജീവിതം വേണ്ടെന്ന് വെച്ചു അമ്മ നിൽക്കാം മോൾക്കൊപ്പം. ആതിരയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അമ്മ പറഞ്ഞതും പതിവിൽ നിന്ന് വിപരീതമായൊരു പരിഹാസം തെളിഞ്ഞു ആതിരയുടെ മുഖത്ത്. സ്വന്തമായൊരു ഡിഗ്രി പോലും ഇല്ലാത്ത ഞാൻ ശ്യാമേട്ടനെ ഉപേക്ഷിച്ചു വന്നാൽ എന്നെ സംരക്ഷിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? ആതിരയുടെ ചോദ്യത്തിൽ തല താഴ്ന്നു പോയി അമ്മയുടെ. അമ്മയ്ക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിയില്ല. എന്റെ ആങ്ങളെയും എന്നെ തിരിഞ്ഞു നോക്കില്ല. പിന്നെ ഒരു വാശിക്ക് ഇതെല്ലാം ഉപേക്ഷിച്ച് തെരുവിലിറങ്ങി കൂലിപ്പണിയെടുത്ത് ജീവിക്കേണ്ട കാര്യം എന്താണമ്മേ? ഇവിടെ ആവുമ്പോൾ എല്ലാ ആവശ്യത്തിലധികമുണ്ട്. ഇല്ലാത്തത് ശ്യാമേട്ടന്റെ സ്നേഹവും പരിഗണനയും അല്ലേ? അത് ഞാനും ആഗ്രഹിക്കുന്നില്ലമ്മേ. എനിക്ക് വേണ്ടതെല്ലാം ശ്യാമേട്ടൻ തരുന്നുണ്ട്. അതിനുള്ള പ്രതിഫലമായിട്ടേ ഞാൻ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തും എന്റെ ശരീരം ശ്യാമേട്ടന് വിട്ടു നൽകിയും ഞാൻ ആ കടം വീട്ടുന്നുണ്ട്. ഈ ജീവിതം മതി. അത് മരണം വരെ എനിക്കിത് മതിയമ്മേ. ഒരാഗ്രഹമേ ഉള്ളൂ. ഇതൊന്നും കാണാനും കേൾക്കാനും അമ്മ ഇവിടെ നിൽക്കരുത്. അമ്മയും അച്ഛനും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എന്നെ സ്നേഹിച്ചു വളർത്തി. ഇപ്പോൾ ശ്യാമേട്ടന്റെ ഇഷ്ടത്തിനും സ്നേഹിക്കുന്നു. അതുകൊണ്ട് അമ്മ മടങ്ങിപ്പോകണം. അറുത്തു മുറിച്ചെന്ന പോലെ ആതിര പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ അമ്മ തിരിച്ചറിയുന്നുണ്ട് തങ്ങൾ ചെയ്ത തെറ്റിന്റെ ആഴം. പക്ഷെ തിരുത്താൻ ഒരു അവസരം തരാതെ സ്വയവും പിന്നെ തന്നെയും ശിക്ഷിക്കുന്ന ആതിര അവൾക്ക് മുമ്പിൽ ഒരു ചോദ്യം തന്നെയാണ്. എത്ര നാൾ മുന്നോട്ട് പോവും ഇതുപോലെ തന്റെ മകൾ? നാളെ താൻ കേൾക്കുന്നതൊരു പക്ഷേ തന്റെ മകളുടെ മരണം തന്നെയാവുമെന്നറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ ആ വീടിന്റെ പടിയിറങ്ങി നടന്നു ആതിരയുടെ അമ്മ. അവർക്ക് പിറകിൽ അന്നേരവും അവർ നടന്നകലുന്നത് നോക്കി ആതിര നിന്നിരുന്നു. ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന മോഹമേ ഇല്ലാതെ. അങ്ങനെയുണ്ട് ചിലർ ഈ ഭൂമിയിൽ. കുറച്ചു നടന്നതിന് ശേഷം ആതിരയുടെ അമ്മ തിരിഞ്ഞു നോക്കി. ആതിര അപ്പോഴും വാതിൽപ്പടിയിൽ തന്നെയും നോക്കി നിൽക്കുന്നു. അവളുടെ കണ്ണിൽ നിന്ന് അപ്പോഴും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്.